ഈ വിഷയത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതെ അധ്യാപകർ അണിനിരക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ UDF എന്നോ LDF എന്നോ അതല്ലേ പിന്നെ NDA എന്നോ ഇതൊന്നും വ്യത്യാസമില്ലാതെ, കാരണം 60,000-ഓളം അധ്യാപകർ ഇത് ബാധിക്കുന്നുണ്ട് കേരളത്തിൽ. ലക്ഷക്കണക്കിന് അധ്യാപകരെ മറ്റു സംസ്ഥാനങ്ങളിൽ ബാധിക്കുന്നുണ്ട്. ഇത് എല്ലാ അധ്യാപകരും ഇതിലുണ്ടാവില്ലേ? അവർക്കൊക്കെ ഒരേ പ്രശ്നമല്ല. അപ്പോൾ ശരിക്കും ഒരു കോമൺ ഇഷ്യൂ ആണ് ഇത്. ഒരു ഭാഗത്ത് ടെക്നോളജി വികസിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നോളജ് സെക്ടറിൽ ഉണ്ടാകുന്ന ഒരുപാട് റെവല്യൂഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒപ്പം പോകാനൊരു ടീച്ചർക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ അപകടമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇന്ന് പലപ്പോഴും തീരെ ഫലവത്തല്ലാത്ത ട്രെയിനിങ്ങുകളാണ് നടക്കുന്നത്. കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതേണ്ടുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർ അടക്കം ഈ ഒരു കേട്ടറ്റ് പരീക്ഷ എഴുതി പാസ്സാകണം എന്ന നിലക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഒരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി BEd പോലെയുള്ള DLEd പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് ആ അധ്യാപന ഏത് തസ്തികയാണോ ആ തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതാ പരീക്ഷകളെല്ലാം പൂർത്തീകരിച്ചാണ് അദ്ദേഹം സർവീസിലേക്ക് വരുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളടക്കം അതിലൂടെ അടക്കം കടന്നു വന്നാണ് ഇത്തരം ജോലിയിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിച്ച ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ ജോലിയിൽ തുടർന്ന ആളുകൾ അടക്കം ഇത്തരം പരീക്ഷകൾ എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? എന്താണ് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഇടക്ക് വെച്ചുള്ള സംശയം ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. ഞാനും ബഷീറും അതുപോലെ മാഷും ഒരു യാത്ര പോയിരിക്കുക. യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഇടക്ക് ബഷീറിന് തന്നെയാണ് സംശയം തോന്നുക, ഈ എൻ്റെ കൂടെ വരുന്നത് അഷ്റഫ് തന്നെയാണോ, ആ കയറിയ ആൾ തന്നെയാണോ ഇയാൾ? ഇവിടെ എന്നോട് പറയുന്നത് നിങ്ങൾ അയാൾ തന്നെയാണെന്നൊന്ന് എനിക്കങ്ങോട്ട് ഉറപ്പാണില്ല. ആ യാത്ര എങ്ങനെ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം എന്താ വെച്ചാൽ മൊത്തത്തിൽ സംശയമാണ്. ഇപ്പം എന്താ SIR ആയിട്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ ഇത് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നത്. SIRൽ എന്താണ്, എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ആർക്ക്? ഇലക്ഷൻ കമ്മീഷന്. പക്ഷെ ആ പൗരത്വം ഇപ്പം ഒന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി മാറി? ഓരോ പൗരന്മാർക്കും പോയി. അപ്പോൾ സിസ്റ്റം ഈ പൗരന്മാരെ സംശയിക്കുകയാണ്. ആ സംശയത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ പ്രശ്നങ്ങൾ സ്ട്രെസ് ഉണ്ടാവുകയാണ്. ഇതേ അവസ്ഥൻ്റെ വേറൊരു വശമാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും വർഷം 10-30 വർഷം അല്ലെങ്കിൽ 10-20-25 വർഷം അധ്യാപന രീതിയിൽ ഇവർ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും SSLC, +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും PG ഈ പറഞ്ഞ എല്ലാ സംഗതിയും, പിന്നെ TTC അല്ലെങ്കിൽ BEd ട്രെയിനിങ് കോഴ്സുകൾ, ഇതൊക്കെ പൂർത്തീകരിച്ച് നിയമപരമായി ഒരു ഒപ്പിട്ട് സ്കൂളിൽ കയറി ദീർഘകാലം പഠിപ്പിച്ച് പിന്നെ പറയണത് നിങ്ങളിനി രണ്ടാമതൊന്നും കൂടി തെളിയിക്കണം, നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പോൾ അത്രയും കാലം പഠിപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റി പഠിപ്പിക്കാൻ പറ്റുമോ? ഇതൊരു ലോജിക്കില്ലാത്ത സംഗതിയാണ്. പക്ഷേ ഇത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കുട്ടികളുടെ അവകാശം, അവരുടെ ക്വാളിറ്റി, ആ കാര്യങ്ങൾ, അതിന് വേറെ തന്നെ എന്തൊക്കെ മാർഗ്ഗങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതിപ്പോൾ അധ്യാപകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് വരുത്താം, അതൊക്കെ ചെയ്യാം. അതേപോലെ ഇനി ഇവർക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ സംഗതികളൊക്കെ ആവാം. പക്ഷെ അല്ലാതെ ഈ രീതി എന്തല്ല, ഒരു ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ ശരിയാണ്. ഏതായിരുന്നാലും ഇത് കേരളത്തിൽ മാത്രമുള്ള വിഷയമല്ല, ഇത് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിനൊരു പരിഹാരം ഉണ്ടായി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ, പിന്നെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പം തീർക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അതിനു വേണ്ടി കുറച്ചുകൂടി അധ്വാനിക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അതിലൊന്ന് അത് തീർക്കാൻ ബാധ്യതപ്പെട്ട് ഒന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പിന്നെ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് പലരോടും സംസാരിച്ച് നോക്കി. അപ്പോൾ അത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. ചില ആളുകൾ പറഞ്ഞാൽ കൊടുത്തു, ഫയൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞാൽ അത് ഇന്നലെ വരെ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യാവുന്നൊരു കാര്യമാണത്, അത് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു സംഭവം, ഇപ്പം ഇന്നിപ്പോൾ ഇത് ചർച്ചയാവാനുള്ള കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം മന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെസ്റ്റ് അധ്യാപകർക്ക് മാത്രമായിട്ട് നടപ്പാക്കും, ഇന്ന ദിവസം എന്തിട്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ടെസ്റ്റ് മുന്നോട്ട് കൊണ്ടു, അത് കൊണ്ടുപോകാതിരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞൊരു സംഗതി, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ബാധ്യത തന്നെയാണ്. പക്ഷെ അത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് ആ ഒരു നിയമം ഉള്ളത് കൊണ്ട് അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പരീക്ഷ ഒന്ന് ലളിതമാക്കിയിട്ട്,
ഈ ജീവനക്കാരോട് ഗവൺമെൻറ്റിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഇവർ ആ രീതിയിൽ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ആ നയത്തിനനുസരിച്ച് പ്രാക്ടിക്കലായ രൂപത്തിൽ ഇത് കുറച്ച് ലളിതമായൊരു സാധനമാക്കിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രശ്നത്തെ പരിഹരിച്ച് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ആ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അത് വളരെ ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത രീതിയിൽ അത്രയും ടൈറ്റായ രീതിയിലാണ് അത്. ആ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിക്ക് ഇങ്ങനത്തെ ഈ നയം അവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യണം ഒന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിനാണ് ഇത് റോളുള്ളത്. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ നിയമം വെച്ചുകൊണ്ടാണ് ആര് സംസാരിക്കുന്നത്, സുപ്രീം കോടതി സംസാരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിൻ്റെ മുമ്പിൽ ഈ നിയമത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അത് കൊണ്ടുപോയി കൊടുത്താൽ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ നിയമം പരിഷ്കരിക്കേണ്ടതും അതിൽ പുനരാവലോകനം ചെയ്യേണ്ടതും ആരാ? അത് കേന്ദ്രം. അത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതായ കാര്യമുണ്ട്. ഇത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സംഭവം വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രം തന്നെയാണ് അതിലെന്ത് ചെയ്യേണ്ടത്, നിയമപരമായ ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിൽ കേന്ദ്രത്തിലേക്ക് സമ്മർദ്ദം പോകണം. അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതെ അധ്യാപകർ അണിനിരക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ UDF എന്നോ LDF എന്നോ ഇനി അതല്ലേ പിന്നെ NDA എന്നോ ഇതൊന്നും വ്യത്യാസമില്ലാതെ. കാരണം 60,000-ഓളം അധ്യാപകരത് ബാധിക്കുന്നുണ്ട് കേരളത്തിൽ. ലക്ഷക്കണക്കിന് അധ്യാപകരെ മറ്റു സംസ്ഥാനങ്ങളിൽ ബാധിക്കുന്നുണ്ട്. ഇത് എല്ലാ അധ്യാപകരും ഇതിലുണ്ടാവില്ലേ, അവർക്കൊക്കെ ഒരേ പ്രശ്നമല്ല. അപ്പോൾ ശരിക്കും ഒരു കോമൺ ഇഷ്യൂ ആണിത്. ഈ കോമൺ ഇഷ്യൂവിൽ എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും. അവരാ രീതിയിൽ കേന്ദ്രത്തിൽ ശരിക്കും സ്വാധീനം ചെലുത്തി പ്രഷർ കൊടുത്ത് അവിടുന്ന് ഒരു തീരുമാനം വിഷയത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും നല്ലതാണ്. അതാണ് എൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. അപ്പോൾ അതിനനുസരിച്ച് കോടതി എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. ഇനി വേറൊരു ടീം ഇവിടെ ആരുള്ള വെച്ചാൽ, അധ്യാപകർക്ക് ഒരു പ്രശ്നം വന്നാൽ നേരെ ആക്സസ് ഉണ്ടാവുക ആരുടെയാണ്, അധ്യാപക സംഘടനകളോടാണ്. അധ്യാപക സംഘടനകളാണല്ലോ അങ്ങനത്തെ വിഷയത്തിൽ ഇടപെടേണ്ടത്. അവരും ഇപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടനകളോടൊക്കെ പലരോടും ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് ഈ അധ്യാപകർക്കിടയിൽ ശരിക്കും എന്ത് ചെയ്യണം, വിശദീകരിക്കപ്പെടണം. അത് അധ്യാപകർ ഇപ്പോൾ ഇരുട്ടിലാണ്. എന്തൊക്കെ പറഞ്ഞാൽ അധ്യാപകർ ഇരുട്ട്. ഏത് അധ്യാപക സംഘടനയുടെ കീഴിലുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ഒരു ആദ്യത്തെ ലെയറിലുള്ള ഭാരവാഹികൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് എന്നല്ലാതെ സാധാരണ മെമ്പർമാരിലേക്ക് വന്നാൽ എഴുതണം. കുറേ ആൾക്കാർ വരെ എഴുതണം, കുറേ ആൾക്കാർ പറയും ഇത് എഴുതണോ, എഴുതണ്ട, ഒരു പ്രശ്നമില്ല, അതൊക്കെ മാറും, ശരിയായി വരും. ഇങ്ങനെ നിന്ന് ഒരു ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ അധ്യാപക സംഘടനകൾ ഉണർന്ന് എഴുന്നേറ്റ് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ശരിക്ക് എടുത്ത സ്റ്റെപ്പ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് സമൂഹ സമക്ഷം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പ്രത്യേകിച്ച് അധ്യാപകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇത് പിന്നെ സ്കൂളുകളിലും ഒക്കെ ഇറങ്ങി തിരിച്ച് അധ്യാപക സംഘടനകൾ പ്രത്യേകം അതിന് സമയം കണ്ട് ഒരു ബോധവൽക്കരണം അധ്യാപകർക്കിടയിൽ നടത്തുകയും അതോടൊപ്പം എല്ലാ അധ്യാപകരും ഇപ്പോൾ നിൽക്കുകയും ചെയ്യും. എന്നിട്ട് ആ പ്രഷർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഗവൺമെൻറ്റിന് പോകണം, അതേപോലെ കേന്ദ്ര സർക്കാരിന് പോകണം. അപ്പോൾ ഇതിൽ ജാഗ്രത എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളത്, പെട്ടെന്നൊരു തീരുമാനമാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അവസാനമായിട്ട് അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ ഇതിൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, അമിതമായൊരാശങ്കയൊന്നും വേണ്ട. ഇതിങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ചില അധ്യാപകരുണ്ട്, ഇത് എഴുതിയിട്ടില്ലെങ്കിൽ എന്താകും, എൻ്റെ ജോലി പോകുമോ, അത്ര ആശങ്കപ്പെടേണ്ടതില്ല. കാരണം 2027 സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പ്രൊസീജിയറോടെ നടക്കാണ്ട്. ഒന്ന് സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഇപ്പോൾ ഈ KPSTA പോലെയുള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. വേറെ പല സംഘടനകളും പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെയാണ് അവരതിൻ്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 24 എന്തോ തോന്നുന്നുണ്ട്, ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വലിയ ആശങ്ക എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ വേണ്ടതില്ല. പിന്നെ എന്നാലും എന്ത് വേണമെന്ന് വെച്ചാൽ കേട്ടറ്റില്ല എന്ന് വിചാരിക്കുക. അധ്യാപകരെ ഒരു ഇതിലെന്നുകൊണ്ടാണ് പറയണത്. ഇപ്പോൾ കേട്ടറ്റൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാലും നമുക്ക് അപ്ഡേഷൻ വേണ്ടേ, നമ്മൾ കാര്യങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതെന്തായിരുന്നാലും അതിന് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പഠിക്കുക, കാര്യങ്ങൾ ഒരുങ്ങുക. കാരണം ഇത് നിർബന്ധിതമായൊരവസ്ഥ വരികയാണെങ്കിൽ എഴുതാൻ എന്ത് ചെയ്യണം, നമ്മൾ പ്രാപ്തമാകണം. അതിലൊരിക്കലും അമാന്തം കാണിക്കരുത്. ഒരുങ്ങുക എന്നുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ്. ആ ഒരുങ്ങുന്നത് കൊണ്ടൊരു നഷ്ടമല്ല. കാരണം എന്താ, നമ്മൾ അധ്യാപകരാണ്, അറിവ് ശേഖരിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടും. അതുകൊണ്ട് ആ നിലക്ക് കണ്ടാൽ മതി അതിനെ. അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. അല്ലാതെ ഞാൻ അതൊക്കെ പഠിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു, എന്തിനേയും പിന്നെ സമയം ചെലവഴിച്ചു, അങ്ങനെയല്ല. അങ്ങനെ ആ ഒരു മനസ്സ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നിരന്തരം വായിക്കുന്ന രൂപത്തിൽ ഇതുകൂടി ആ വായനൻ്റെ ഒരു ലക്ഷ്യത്തിൽ കൊണ്ടുവരികയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും നഷ്ടമാവുകയില്ല. ഈ SIR പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ SIRൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും വൃത്തിയായിട്ട് ചെയ്താൽ ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല.
അതേമാതിരി ഇത് പ്രശ്നം വന്നാലും കുഴപ്പമില്ലാതിരിക്കാൻ ഒരുങ്ങുക എന്നുള്ളത് നല്ലതാണ്. ഏതായാലും 2 വർഷം സമയമുണ്ട്. ഒരു അമിതമായ ആശങ്കയും ടെൻഷനും വേണ്ട. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അതിനൊരു ഡയറക്ഷൻ വരും. ഇല്ലെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകാൻ എല്ലാവരും പ്രഷർ ചെലുത്തി ഒരു രീതിയിലേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് യഥാർത്ഥത്തിൽ ജോലിക്ക് മുൻപ് പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. 11ാം ക്ലാസ്സിലൊരു കുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത് പോലെയാണോ? എങ്ങനെയാണ് നമ്മൾ ഇത് നിർബന്ധിക്കുക? ഞാനങ്ങനെ കാണുന്നില്ല. ഈ ആരോഗ്യം, വിദ്യാഭ്യാസം ഈ മേഖലകളിൽ ക്വാളിറ്റി അഷുറൻസ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ നടക്കണം. ഈ ഒരു ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ഈ ടെസ്റ്റ് അതിന് പര്യാപ്തമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിപ്പോൾ 2009 RTA ഇത് വന്നു, 2011 നടപ്പാക്കുന്നത്. ആ സമയത്ത് അത്യാവശ്യം ടഫായിട്ടുള്ള, അതായത് പെഡഗജിയും സൈക്കോളജിയൊക്കെ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വന്നതുകൊണ്ട് തന്നെ 3-4% പാസ്. പിന്നെ സംഘടനകളൊക്കെ ഇടപെട്ട് ഇത് ഡയലൂട്ട് ചെയ്തു. അതോടെ 10-30% വർദ്ധിച്ചു. ഇവിടെ സെറ്റുണ്ട്. സെറ്റ് അത് +2 അധ്യാപകരാകാനുള്ള ക്വാളിഫിക്കേഷനുമുണ്ട്. ഞാനൊരു 4 വർഷത്തോളം മറ്റേ കോച്ചിങ് നടത്തിയിരുന്നു. എനിക്കറിയാം 100-300 ടീച്ചേഴ്സ് ഞാൻ അന്ന് തൊട്ടുണ്ട്. ഒരു ഗൈഡ് ലൈനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എന്താ വെച്ചാൽ നോളജ് ബേസുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് അവർ ചെയ്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നെറ്റ് എടുക്കാം. നമുക്ക് നെറ്റിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് 6% ഉള്ളൂ. അപ്പോൾ അവിടേക്ക് എന്താ വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ചില ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലുകൾ കൂടെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ നോക്കി, അല്ലെങ്കിൽ ഞാനിത് പഠിക്കാൻ ശ്രമിച്ച പിന്നെ വെച്ചാൽ ഗൈഡ് വെച്ച് പഠിച്ചാൽ മാസമാവും. ഓതൻറ്റിക് ടെക്സ്റ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മാസം ഒരാൾ ഇരുന്നാൽ എന്ത് ചെയ്യും, പാസ്സാവും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നതിനോട് ഞാൻ 100% എതിരാണ്. അതല്ല ഇവിടെ നടക്കേണ്ടത്. ഇപ്പോൾ പുതിയ BEd, അതായത് നമ്മുടെ ഇപ്പോൾ 4 ഇയേഴ്സിൻ്റെ ഇൻ്റഗ്രേറ്റ്സ് ആണല്ലേ ITEP എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് 4 വർഷത്തത്. ഇതിന് നിങ്ങൾ ചേരണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, എൻട്രൻസ് എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ അവിടെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്ന ഒരാൾക്ക് വരുന്നതിൻ്റെ മുൻപാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തേണ്ടത്. അതുണ്ടെന്ന് തോന്നിയിട്ടേ ഇദ്ദേഹത്തെ ഈ കോഴ്സിലേക്ക് ചേർക്കേണ്ടുള്ളൂ. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ക്വാളിറ്റി അഷുറൻസ് നടത്തുള്ളൂ. രണ്ടാമത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുള്ളതാണ്. ഈ ഇൻ സർവീസ് കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, ഈ സാധനം നടന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ ക്രെഡിറ്റുകളൊക്കെ വേണ്ടി വരും. ആ നിലക്കൊന്നും നമുക്കിതിന് എതിർക്കുന്നതിൽ അർത്ഥമല്ല. കാരണം ടീച്ചേഴ്സ് പലപ്പോഴും ഒരു ആരോപണമായി തന്നെ പറയാറുള്ളത് അവരൊരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഒന്നും പഠിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിറകിലേക്ക് പോകുന്ന ടീച്ചേഴ്സുണ്ട്. ഒരു ഭാഗത്ത് ടെക്നോളജി വികസിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നോളജ് സെക്ടറിൽ ഉണ്ടാകുന്ന ഒരുപാട് റവല്യൂഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒപ്പം പോകാനൊരു ടീച്ചർക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ അപകടമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നൊരു കാര്യം വെച്ചാൽ ഇന്ന് പലപ്പോഴും തീരെ ഫലവത്തല്ലാത്ത ട്രെയിനിങ്ങുകളാണ് നടക്കുന്നത്. അതൊക്കെ അതിലും നമുക്കറിയാം, ഈ ജെൻഡറിൻ്റെ കാര്യങ്ങൾ, സാമൂഹ്യക്ഷേമം കൊണ്ടുവരുന്ന കുറേ മൊഡ്യൂളുകൾ ഒരു നിലയ്ക്കും ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയോ എബിലിറ്റിയോ ആപ്റ്റിറ്റ്യൂഡോ വർദ്ധിപ്പിക്കാൻ സഹായിക്കാത്ത മറ്റു ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തും. അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ എസെൻഷ്യലായി ഒരു ടീച്ചറുടെ ക്വാളിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ട രീതിയിലുള്ള മൊഡ്യൂൾസ് കൊടുത്തുകൊണ്ട് ട്രെയിൻ ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, പലപ്പോഴും സ്കൂളുകളിലെ പല വർക്കുകളും ക്ലർക്കുമാർ ചെയ്യേണ്ട പല വർക്കുകളും ടീച്ചേഴ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അത് യുഡൈസിലാണെങ്കിലും FRID ആണെങ്കിലും എന്തിനും മറ്റേ ഉച്ചക്കഞ്ഞിൻ്റെ കണക്കാണെങ്കിലും ട്രാൻസ്പോർട്ടിന് കണക്കും ഇങ്ങനെ കരുതി, പിന്നെ അതിൻ്റെ പുറമെ സ്പോർട്സ്, ആർട്സ്, ഇങ്ങനെ ഒരുപാട് ഇതിലുണ്ടാവും. ഈ പല രീതിയിലുള്ള കാര്യങ്ങളിലും സമയം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആക്റ്റീവും ആയ ഒരു ടീച്ചറാണെങ്കിൽ അദ്ദേഹത്തിന് വേറൊന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ കുറേ ലേഡി ടീച്ചേഴ്സായിരിക്കും, അവർക്കൊരു സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, ഓടി വീട്ടിൽ എത്തേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഈ പ്രായോഗികമായ മാറ്റങ്ങളാണ് രംഗത്ത് കൊണ്ടുവരേണ്ടത്. കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം. അത് ഏത് മേഖലയിൽ എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്ന് ഒരു ധാരണയായതിനു ശേഷം അത് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും അങ്ങനെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യണം. ആ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പിന്നെ ചില പ്രസൻറ്റേഷൻസ് കുറയ്ക്ക് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇന്ന് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതേപോലെ മതി.
അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ടീച്ചറെ സംബന്ധിച്ചോളം ഇൻവോൾവ് ചെയ്തുകൊണ്ട് പഠിക്കാനും അപ്ലൈ ചെയ്തുകൊണ്ട് തിരുത്താനും ഇത്തരത്തിലൊരു പ്രോസസ്സായിട്ട് അത് മാറും. അതിന് പകരം വെറുതെ ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ആ ടെസ്റ്റിലൂടെ ഓക്കെ ക്വാളിഫൈഡായി എന്ന് പറയുന്ന ഇതെന്തായാലും ശരിയില്ലാത്തതാണ്, ആവശ്യമില്ലാത്ത പണികളൊക്കെ കൂടെ ടീച്ചേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതും നിർബന്ധമാണ്. ഈ ക്വാളിറ്റി ഉയർത്തുന്ന വിഷയങ്ങൾ ഉണ്ടാവാം. ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ഇല്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിടും. മാത്രമല്ല 5 വർഷമുള്ളവർക്ക് വേണം, അതിൽ കുറവുള്ളവർക്ക് വേണ്ട. പക്ഷെ കുറവുള്ളവർക്കും പ്രൊമോഷൻ കിട്ടൂല. ഇതാണ് പ്രശ്നം. അല്ലാതെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ എന്തില്ല, ഏത് കാര്യം കൊണ്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പിരിച്ചുവിടുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ എന്താ വെച്ചാൽ യോഗ്യത തികഞ്ഞില്ല എന്നാണ് എന്ത് ചെയ്യണത്. അപ്പം നേരത്തെ യോഗ്യതനെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, സ്വന്തം കാര്യങ്ങളെ തന്നെ, സ്വന്തം കുട്ടിനെ തന്നെ ചീത്ത പറയണം. ഇല്ല, ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് യഥാർത്ഥത്തിൽ ആ പ്രൊഫഷന് വേണ്ട ക്വാളിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം സ്വന്തം കുറ്റസമ്മതമാണ്, മലർന്ന് കടന്ന് തുപ്പാണ്.